നമസ്കാരം. കരീരം വരണ്ട ഭൂപ്രദേശങ്ങളിലും മരുഭൂമിയിലുമൊക്കെ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കരീരം. ഇന്ത്യ, ആഫ്രിക്ക, അറേബ്യ എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും മരുഭൂമികളിലും ഈ സസ്യത്തെ സാധാരണയായി കാണുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ട് രാജസ്ഥാനിലും അതുപോലെ തന്നെ മറ്റു വരണ്ട പ്രദേശങ്ങളിലുമൊക്കെ ഈ സസ്യത്തെ കാണാം. പ്രമേഹം, വീക്കം, ചുമ, ആസ്മ, വാതം, ദന്തരോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഔഷധമാണ്. ഈ സസ്യത്തിന് ഇലകൾ കുറവാണ്. ഇലകളില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ തണ്ടുകളിലെല്ലാം മുള്ളുകൾ കാണപ്പെടുന്നു. 5 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്നതും കുറ്റിച്ചെടിയായി പടർന്നു വളരുന്നതുമായിട്ടുള്ള കരീരം ഉണ്ട്. അപ്പോൾ ഈ ഔഷധ സസ്യത്തെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കരീരം എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ്. ഇത് സാധാരണയായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നില്ല. മരുഭൂമികളിലും വരണ്ട പ്രദേശങ്ങളിലും ഇത് വളരുന്നു. ഇന്ത്യ, അറേബ്യ, ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ ജില്ലകളായ ജോധ്പൂർ, ബിക്കാനീർ, ബാർമർ, ജയ്സൽമാർ, നാഗൂർ, ജയ്പൂർ, അൽവാർ, ജലോർ, ഭരത്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഗുജറാത്ത്, വഗാഡ്, കിഴക്കൻ കച്ച് എന്നീ വരണ്ട പ്രദേശങ്ങളിലും ഹരിയാനയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും വരണ്ട പ്രദേശങ്ങളിലുമൊക്കെ ഈ സസ്യത്തെ കാണാറുണ്ട്. ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടോ ചെറിയ മരമായിട്ടോ ഒക്കെ കാണപ്പെടുന്നു. മാക്സിമം 5 മീറ്റർ വരെ പൊക്കത്തിൽ ഇത് വളരാറുണ്ട്. ഇതിനെ കരിമുള്ള്, കരീരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. സമാനമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യം 2 തരത്തിൽ കാണപ്പെടുന്നു. ഇതിൽ കഫാരിസ് അഫല്ല, ഇരട്ട മുള്ളുകളുള്ള ഈ ചെടി നേരെ മുകളിലേക്ക് വളരുന്നു. എന്നാൽ ഇതിൻ്റെ അതേ സമാന ഗുണങ്ങളുള്ള മറ്റൊരു ചെടിയാണ് കഫാരിസ് സ്പൈനോസ. ഇത് നിലത്ത് പടർന്നു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. കാക്കത്തൊണ്ടിയുമായി ഈ സസ്യത്തിന് സാമ്യമുണ്ട്. ഇതിൽ പൊക്കത്തിൽ വളരുന്ന കഫാരിസ് അഫല്ല എന്ന സസ്യത്തിന് ഇന്ത്യൻ കേപ്പർ എന്ന ആംഗലേയ നാമവും ഹിന്ദിയിൽ കരീർ, ഖൈർ, കേർദ, കരീർ എന്നൊക്കെ പേരുകളിലും അറിയപ്പെടുന്നു. പച്ച മുള്ളുകളുള്ള തണ്ടുകളും മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെറിയ താൽക്കാലിക ഇലകളുമുള്ള ഇടതൂർന്ന കുറ്റിച്ചെടി അല്ലെങ്കിൽ ചെറിയ വൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഫലങ്ങളും പൂക്കളും ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ പഴങ്ങളും പൂക്കളും അച്ചാറിടുന്നതിനും കറികൾ പച്ചക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കാനും കഴിയും. പ്രമേഹം, വീക്കം, ചുമ, ആസ്മ, വാതം, അർശസ്, വായുമുട്ടൽ, കൃമി എന്നിവയ്ക്ക് ആയുർവേദത്തിലും പരമ്പരാഗത വൈദ്യത്തിലും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ മലത്തെ ഇളക്കുകയും വിയർപ്പിനെ ഉണ്ടാക്കുകയും മൂത്രം തടസ്സമില്ലാതാക്കുകയും വായു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം കഫാരിസ് അഫില്ല അല്ലെങ്കിൽ കഫാരിസ് ഡെസിഡുവ എന്നും നിലത്ത് പടർന്നു വളരുന്ന ടൈപ്പിനെ കഫാരിസ് സ്പിനോസ് എന്നും പറയുന്നു. രണ്ടിനും സമാനമായിട്ടുള്ള ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമാണ് ഉള്ളത്. മരുഭൂമിയിലും വരണ്ട പ്രദേശങ്ങളിലും കാണപ്പെടുന്ന കുറ്റിച്ചെടിയോ ചെറിയ വൃക്ഷമോ ആയിട്ടുള്ള ഇലകളില്ലാത്ത പച്ച മുള്ളുകൾ നിറഞ്ഞതുമായ ഒരു സസ്യമാണ് കരീരം. ഇതിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാകാറുണ്ട്. ഇതിലെ പുഷ്പങ്ങൾ ഇളം ചുവപ്പ് നിറത്തിലുള്ളതും തേനുള്ളതുമാണ്. ഇതിൻ്റെ കായ്കൾ പച്ച നിറത്തിലുള്ളതും പാകമാകുമ്പോൾ ചുവപ്പ് നിറത്തിലുമാകുന്നു. ഇതിൻ്റെ ചെറിയ പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ പുഷ്പവും പച്ചക്കായും പച്ചക്കറികളുടെ ആവശ്യത്തിന് അച്ചാറിടാനുമൊക്കെയായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ആയുർവേദ സസ്യം എന്നതിലുപരി കാലിത്തീറ്റയ്ക്കും ഇന്ധനത്തിനും മണ്ണൊലിപ്പ് നിയന്ത്രണത്തിനുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നു. ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ നോക്കാം. ഇത് ഒരു ഉത്തമ ആയുർവേദ ഔഷധ സസ്യമാണ്. വാതം, കഫം, അർശസ്, വീക്കം, വായുമുട്ടൽ, ചൊറി,
വിഷമജ്വരം, ആമവാതം, ദന്തരോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ്. ദന്തരോഗങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ഇലകളോട് കൂടിയ പുതിയ ശാഖകൾ വായിലിട്ട് ചവയ്ക്കുന്നത് ദന്തരോഗങ്ങൾ മാറുന്നതിന് ഫലപ്രദമാണ്. വിഷമജ്വരം, ആമവാതം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കരീരത്തിൻ്റെ വേരിൻ്റെ തൊലി കഷായമുണ്ടാക്കി കഴിച്ചാൽ ആമവാതം, വിഷമജ്വരം എന്നിവയൊക്കെ ശമിക്കുന്നു. ഇതിൻ്റെ വേര്, തൊലി, കായ്കൾ എന്നിവ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ എനിക്ക് ഒരു മുന്നറിയിപ്പായിട്ട് പറയാനുള്ളത്, ഏതെങ്കിലും ഔഷധ സസ്യം ഉപയോഗിക്കുന്നതിന് മുൻപേ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ നോക്കാം. ഈ സസ്യത്തിൻ്റെ പൂവിലും പൂമൊട്ടിലും കാപ്രിക് ആസിഡ്, ഗ്ലൂക്കോസൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മരുഭൂമിയിലും ഒക്കെ കാണപ്പെടുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ സസ്യത്തിനെപ്പറ്റി ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.